Pro-Culina പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ദാൽ മഖനി ആട്ടോ. നോർത്ത് ഇന്ത്യൻ, നമ്മൾ ഇന്ന് സൗത്തിൽ നിന്ന് നേരെ നോർത്തിലേക്ക് പോവാണ്. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ റെഗുലർ കറികളിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പക്കാ നോർത്ത് ഇന്ത്യൻ വളരെ ടേസ്റ്റ് ഉള്ളതായിട്ടുള്ള ഒരു ഇത്തിരി നമ്മൾ കുറച്ചൊരു സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദാൽ മഖനിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നോർത്ത് സൈഡിൽ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്ക് ഒരു വെറൈറ്റി കറിയുമായിട്ട് നമ്മളുടെ ദാൽ മഖനി പോകാം വീഡിയോയിലേക്ക്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ദാൽ മഖനിയാണ്. ദാൽ മഖനിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ദാൽ ഇതാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉഴുന്ന് പരിപ്പ്, തൊലി പൊളിക്കാത്ത ഉഴുന്ന് പരിപ്പ്. ഇതെനിക്ക് തോന്നുന്നു അത്യാവശ്യം മോറ് പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷോപ്പുകളിൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെയുള്ള ഷോപ്പുകളിൽ നിന്ന് മേടിച്ചതിന് ശേഷം തലേ ദിവസം ഇത് കുതിർത്തി ഒരു രാത്രി മുഴുവൻ ഇത് വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം ഇന്ന് രാവിലത്തെ ഇതുണ്ട് കുറേശ്ശെ അതിൻ്റെ തൊലി ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ ദാൽ മഖനിക്ക് ഉപയോഗിക്കുന്ന പരിപ്പ് പരിപ്പ് ഇതാണ് കേട്ടോ. ഉഴുദാലിൻ്റെ ഉഴുന്ന് പരിപ്പിൻ്റെ തൊലി പൊളിക്കാത്തത്. അപ്പോൾ അതിനി നമുക്ക് കുക്കറിൽ വെച്ച് ഒരു വലിയ നമ്മൾ നന്നായിട്ട് കുതിർന്നതാണെങ്കിൽ ഒരു വിസിൽ വന്നാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരമാണ് സിമ്മിലിട്ടിട്ട് ഒരു വിസിലിങ്ങനെ വെച്ചാൽ നിങ്ങളുടെ അധികം കുതിർന്നിട്ടില്ലെങ്കിൽ ഒരു വിസിലിങ്ങനെ ചെയ്യാൻ പാകത്തിന് നന്നായിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക. ദാൽ മഖനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം കുക്കറിൽ വെച്ച് വേവിച്ച് നമ്മളുടെ ദാൽ കേട്ടോ. ഞാൻ പിന്നെയും പറയുകയാണ്, ഇത് നമ്മളുടെ ഉഴുന്ന് പരിപ്പ്, തൊണ്ടോട് കൂടിയിട്ടുള്ള ഉഴുന്ന് പരിപ്പ്. പിന്നെ ഇത് കാശ്മീരി മുളകും മറ്റേ മുളകും, എരിവിനുള്ള മുളകും മറ്റേ കാശ്മീരി മുളക് കൂടി പതുക്കെ ചേർത്ത് കളർ കിട്ടാനും എരിവ് കിട്ടാനും. ഇത് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. ഇത് നമ്മളുടെ റോ മസാലാസ്, നമ്മളതിനകത്ത് യൂസ് ചെയ്യുന്ന റോ മസാല. ഏലക്കയുണ്ട്, ഗ്രാമ്പുണ്ട്, പിന്നെ എന്താണ് സ്റ്റാറുണ്ട്, അങ്ങനെ ഗ്രാമ്പുണ്ട് കേട്ടോ. അതെല്ലാം കൂടെ കൂടിയിട്ട് കുറച്ച്. പിന്നെ ഇത് നമ്മുടെ ഗരം മസാല, പൊടിച്ചു വെച്ച ഗരം മസാല. ഇത് നമ്മളുടെ വെളുത്തുള്ളി നന്നായിട്ട് വെള്ളത്തിൽ കുറച്ച് അരച്ചെടുത്തതാണ്. മൂന്നാല് വെളുത്തുള്ളി നന്നായിട്ട് അരച്ചെടുത്തത്. നമ്മുടെ ടൊമാറ്റോ പ്യൂരി, ഇതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല, 2 ടൊമാറ്റോ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇത് നമ്മളുടെ നോർത്ത് ഇന്ത്യൻ കറിയുടെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയാവുന്നത് നമ്മളുടെ കസൂരി മേത്തി. പിന്നെ ഇതിനുണ്ടാക്കാനായിട്ട് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് ബട്ടർ പല ഭാഗങ്ങളായിട്ടാണ് നമ്മളിടുന്നത്. ഇതെങ്ങനെ കുക്കിംഗ് പ്രോസസ്സിൻ്റെ സമയത്ത് ഞാൻ പറയാം ഇതെങ്ങനെ ചേർക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ദാൽ മഖനി ഉണ്ടാക്കി വെക്കാം. പിന്നെ അതിനകത്ത് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് കേട്ടോ, നമ്മുടെ പാലിൻ്റെ പാട. അത് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ചേർക്കുന്നത്. അതിനകത്ത് ഞാൻ എടുത്തു വെച്ചിട്ടില്ല, ലാസ്റ്റ് ഞാൻ പറയാം. പോകാം. നമ്മൾ ദാൽ എടുത്തു വച്ചിരിക്കുന്ന ദാൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുത്തു വെച്ചു. ഇതിനകത്താണ് നമ്മൾ ദാൽ മഖനി ഉണ്ടാക്കാനായിട്ട് വച്ചിരിക്കുന്നത്. ചൂട് കട്ടിയുള്ള പാത്രം, അതിനകത്തേക്ക് ദാൽ മഖനിക്കുള്ള ദാൽ എടുത്തു വെച്ചു. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, അരച്ചു വച്ചിരിക്കുന്ന വെള്ളത്തിൽ അരച്ചു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, അത് ഇതുകൂടെ ചേർത്തു. നമ്മളുടെ പരിപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഒരു 1/2 സ്പൂണോളം ബട്ടറിൻ്റെ കണക്ക് നിങ്ങളുടെ ഒരു രീതി അനുസരിച്ച് കേട്ടോ. എത്ര ബട്ടർ ചേർത്താലും, മഖനി എന്നാണല്ലോ പറയുന്നത്, എത്ര ബട്ടർ ചേർത്താലും അതിന് ടേസ്റ്റാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ പാനിലേക്ക് നമ്മൾ 1/2 സ്പൂണോളം ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാനിൽ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട തക്കാളി ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് അടുത്തത് നോക്കാം. വേറൊരു പാൻ വെച്ചു. അതിനകത്തേക്ക് നമ്മൾ കുക്കിംഗ് ഓയിൽ കേട്ടോ, നമ്മളുടെ കുക്കിംഗ് ഓയിൽ, കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു. അതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു 1/2 സ്പൂണോളം നെയ്യ്, നമ്മുടെ നാടൻ നെയ്യും കൂടെ നമ്മൾ അതിനകത്തേക്ക് ചേർക്കണം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് എന്താ പറയുക, നമ്മുടെ എണ്ണയുടെ ടേസ്റ്റ് ഒന്ന് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ചേർത്തേ. ഇങ്ങനത്തെ നോർത്ത് ഇന്ത്യൻ ഡിഷിന് എപ്പോഴും നമ്മളുടെ ഉപയോഗിക്കുന്ന ബട്ടറിൻ്റെ അളവാണെങ്കിലും നെയ്യുടെ അളവാണെങ്കിലും ഒരു ശകലം കൂടുതലായിരിക്കും. നമ്മൾ സാധാരണ സൗത്ത് കറി ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും ചേർത്തു. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് റോ മസാല, നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന സ്റ്റാർ, ഗ്രാമ്പു, ഏലക്ക, അതെല്ലാം നമ്മൾ അതേപോലെ ചേർക്കുന്നു. പൊടിക്കുന്നൊന്നും ഇല്ല കേട്ടോ, വെറുതെ അതുപോലെ തന്നെ ചേർക്കുന്നു. ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതിൻ്റെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് വരും. അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ നമ്മളുടെ അപ്പുറത്തിരുന്ന് നമ്മളുടെ പരിപ്പ് നമ്മുടെ ബട്ടറിൽ കിടന്ന് നന്നായിട്ട് ഒന്നുകൂടി വേവുന്നുണ്ട് കേട്ടോ. കുക്കറിൽ വേവിച്ചതാണെങ്കിൽ കൂടി ഒന്നുകൂടി ഒന്ന് വെന്തെടുക്കണേ.
അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ മസാലയെല്ലാം ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ദെൻ നമ്മൾ ചേർക്കുന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമ്മൾ ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് അറിയില്ല, നമ്മൾ ഇതിനകത്ത് ഉള്ളി ചേർക്കുന്നില്ല കേട്ടോ. മാറിയതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നു ടൊമാറ്റോ പ്യൂരി. നമ്മൾ ചെറുതായിട്ടൊന്ന് നമ്മുടെ മണം ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ, പച്ചക്കുത്തലൊന്ന് മാറിയിട്ടുണ്ട്. ദെൻ നമ്മൾ അതിനകത്ത് ചേർക്കുന്നു ടൊമാറ്റോ, 2 തക്കാളി നന്നായിട്ട് പേസ്റ്റ് ആക്കിയത്. അത് ഇതിനകത്ത് നെയ്യ് കിടന്ന് ഒന്ന് വഴണ്ട് വരണം. പിന്നെ അത് ബേ ലീഫ് ഉണ്ടെങ്കിൽ എൻ്റെ തീർന്നു പോയിട്ടുണ്ടേ, അതുകൊണ്ടാണ്. ബേ ലീഫ് ചേർത്താൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. ബേ ലീഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ബേ ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ എടനയുടെ ഇല, അത് ഉണക്കി വെക്കുന്നതാണ് നമ്മുടെ ബേ ലീഫ് എന്ന് പറയുന്നത്. നമ്മളുടെ തക്കാളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്, മുകളിൽ ചെറുതായിട്ട് എണ്ണ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നു അതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മിക്സ് ആയിക്കോട്ടെ. അതിനുശേഷം നമ്മൾ പൊടികൾ ഇടുമ്പോൾ എപ്പോഴും ആസ് യൂഷ്വൽ ഞാൻ പറയുന്നത് പോലെ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ദെൻ നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നു കാശ്മീരി മുളകും അതിന് ചുവന്ന മുളക് പൊടിയും, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ, രണ്ടും കൂടി മിക്സ് ചെയ്ത് 1 ടീസ്പൂൺ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ കളറിൻ്റെ കാര്യമായി, എരിവിൻ്റെ കാര്യമായി, മഞ്ഞൾപ്പൊടിയായി. നമ്മൾ ആ പരിപ്പിട്ടപ്പോൾ ശകലം ആ പരിപ്പിന് വേണ്ട ഒരു ഉപ്പ് ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് വേണം അതിനകത്ത്. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല ദാൽ മഖനിക്ക്, പക്ഷേ ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയുമാണ് ദാൽ മഖനി. നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്തു കേട്ടോ. ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് റോ മസാലാസും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മളുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മളിന്ന് ഈ പാൻ മാറ്റിയിട്ട് നമ്മൾ ആദ്യം വെന്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ദാൽ എടുത്ത് ഇങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുക അവിടെ. ഇടയ്ക്കൊന്ന് ഇളക്കണം, കട്ടിയുള്ളതായതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, അടി പിടിക്കാതെ. ദാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മളിനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ മസാല, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉള്ളി പേസ്റ്റ്, അത് തക്കാളി പേസ്റ്റ്, അതെല്ലാം കൂടെ ചേർത്തത് ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നല്ല കട്ടിയുള്ളതായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കുറുകി വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഒരു ഇത്തിരി പ്രോസസ്സ് ഉള്ള ഒരു പണിയാണിത്. പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റില്ല. ആ വെള്ളത്തിലൊക്കെ കിടന്ന് ആ ഓയിലൊക്കെ കിടന്ന് നന്നായിട്ട് ബട്ടറിലൊക്കെ ശരിക്കും കുറുകി വന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ തനതായിട്ടുള്ള ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നോക്കുക, ഈ സമയത്ത് നമ്മൾ ഉപ്പിൻ്റെ ഒരു ഇത് നോക്കണം കേട്ടോ. കാരണം പിന്നെ മുളക് പൊടിയൊക്കെ നമ്മളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച്, ചിലർക്ക് കുറച്ചുകൂടി തിക്കായിട്ടുള്ള മുളക് എരിവ് ഇഷ്ടമുള്ളവർക്ക്. പക്ഷെ ദാൽ മഖനി ഒന്നും അധികം എരിവുള്ളൊരു കറിയല്ല. നമ്മളുടെ അത്യാവശ്യത്തിന് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ ആ രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം കുറച്ചുകൂടി നമ്മൾ ഇതിനകത്തേക്ക് ബട്ടർ ചേർക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ബട്ടറാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. കാരണം അതിൻ്റെ ടേസ്റ്റ് എപ്പോഴും, ബട്ടറിൻ്റെ ടേസ്റ്റാണ് എപ്പോഴും മുന്നിൽ വന്ന് നിൽക്കുന്നത്. ആക്ച്വലി നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ഈ പ്ലേറ്റിലേക്ക് നമ്മൾ സെർവ് ചെയ്യുമല്ലോ, ചെറിയ ചെറിയ പാത്രത്തിലേക്ക് നമ്മൾ സെർവ് ചെയ്യും. അതിൻ്റെ മേളിലും ഒരു സ്പൂൺ, ഒരു ചെറുതൊന്നും അല്ല, അവർ വയ്ക്കുമ്പോൾ ഒരു 1-2 സ്പൂണൊക്കെ ഇട്ടിട്ടാണ് അവർ കഴിക്കണത്. എനിക്ക് തോന്നുന്നു അവരുടെ ഹെൽത്തിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഇതുകൊണ്ട് എന്താണ്, കാരണം പനീറാണെങ്കിലും ബട്ടറാണെങ്കിലും ഒക്കെ അവർ ഒരുപാട് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അവരുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ അവർ കുറച്ചുകൂടി നമ്മളെക്കാൾ മുന്നിലാണ്. ഇതിനി വെന്ത് കുറുകി വരണം കേട്ടോ. നമ്മളുടെ ദാലിൻ്റെ ഏതാണ്ട് നന്നായിട്ട് കുറുകി, നമുക്കതിന് നോക്കിയാൽ മനസ്സിലാവും നന്നായിട്ട് കുറുകി വന്നു. കാരണം കൂടുതൽ കുറുകി കഴിഞ്ഞാൽ പരിപ്പായതുകൊണ്ട് തന്നെ അത് കൂടുതൽ അല്ലാതെ അങ്ങ് ഇതാവും. അതുകൊണ്ട് നമ്മൾ ഇതങ്ങോട്ട് മാറ്റുന്നു. ദെൻ നമ്മൾ അടുത്ത ഒരു സെയിം പാൻ വയ്ക്കുന്നു, ചൂടാക്കുന്നു. കാരണം ഇതിനകത്ത് ഇതിൻ്റെ ഒരു കളറിൻ്റെ ഒരു ഇതുകൊണ്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. നല്ലൊരു ഡാർക്ക് കളറാണ് ഈ ദാലിൻ്റെ കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. വേറൊരു പാൻ വെച്ചു, നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു. ഇതിനകത്ത് നമുക്ക് നെയ്യ് യൂസ് ചെയ്യാം കേട്ടോ. അതിനകത്ത് നമുക്ക് നെയ്യാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. എണ്ണ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് ഈ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ എന്താ പറയുക, ലാസ്റ്റ് സ്റ്റേജാണ് കേട്ടോ ദാൽ കറി ഉണ്ടാക്കുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ ഇവിടെ കസൂരി മേത്തി, ഉലുവയുടെ ഇല ഇതിട്ടു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ഗരം മസാല വളരെ കുറച്ചുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, അതിൻ്റെ കളറിൻ്റെ ഒരു
ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ചേർക്കുന്നു. ഗ്യാസ് ഓഫ് ചെയ്തു. കുറച്ച് വെള്ളം ഇത് പോകാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നു. ലാസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന കുറച്ച് പാലിൻ്റെ പാട ചേർക്കുന്നു. അതിനുശേഷം കുറച്ചുകൂടി ബട്ടർ ചേർക്കുന്നു. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. നമ്മൾ ഇതിനകത്തേക്ക് അവസാനത്തെ രീതി എന്നുള്ള നിലയിൽ പാലിൻ്റെ പാട ചേർത്തു. ഇതൊക്കെ ടേസ്റ്റ് മേക്കേഴ്സാണ് കേട്ടോ. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാണ് ഞാൻ. അതിനുശേഷം കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് എടുത്ത് മാറ്റി വെച്ചേക്കുക. ഇനി നമുക്ക് കഴിക്കാൻ നേരത്ത് നോക്കാം. അപ്പം അങ്ങനെ എത്ര പെട്ടെന്നാണ് നോക്കുന്നു നമ്മളുടെ ഒരു നോർത്ത് ഇന്ത്യൻ, പക്കാ നോർത്ത് ഇന്ത്യൻ ദാൽ മഖനി ഉണ്ടാക്കിയത്.